ടീച്ചർ അങ്ങനെ പറയുമ്പോഴായിരിക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഇല്ലേ, അപ്പോൾ പല ആളുകൾക്ക് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനോടനെ ആദ്യം ഒരു തെറ്റായ ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു സ്കൂളിൽ നമ്മൾ പോകുമ്പോൾ പോലും അവിടെ നമുക്ക് ആദ്യം തരുന്ന ഡ്യൂട്ടി ഡിസിപ്ലിൻ ആയിരിക്കും. അവിടെ നമ്മൾ ഒരു വിസിലെടുക്കുക കൂടെ. പക്ഷെ സത്യം പറഞ്ഞാൽ അതല്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി ഇതൊക്കെ പഠിച്ച് നമ്മൾ വന്നിട്ട് ഇപ്പം എന്തുണ്ട്, നമ്മളെ കേരള സിലബസിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല ഒരുപാട് സ്കൂളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വേറൊരു മേഖലയിലേക്ക് വരുന്നത്. അതായത് പവർ ലിഫ്റ്റിംഗ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വരുന്നത്. എൻ്റെ സ്കൂളിലെ കുട്ടികളെ, അതായത് ഞാൻ SSIയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് കുട്ടികൾക്ക് പവർ ലിഫ്റ്റിംഗ് ഒരു ഐറ്റം ആയതുകൊണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ജിമ്മിൽ അവർക്ക് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി അന്വേഷിക്കാൻ പോയതാണ്. അപ്പോൾ നമുക്ക് ചെറുപ്പം മുതലേ ഭയങ്കര സ്പോർട്സിൻ്റെ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളെ പഠിപ്പിക്കാവുന്ന രീതിയിൽ നമ്മൾ ജിമ്മിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ, പെൺകുട്ടികളടക്കം വർക്കൗട്ട് ചെയ്യുന്നത് കണ്ട് അതെനിക്കും ചെയ്യണമെന്നൊരാഗ്രഹം. അതിന് മുന്നേ ഞാൻ ബോക്സിംഗ് ആയിരുന്നു, അത് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ലറ്റിക്സിൽ ഞാൻ ഹാമർ ത്രോ ആയിരുന്നു, ഗെയിംസിൽ കൊക്കോ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിയിൽ നിന്ന് മാറിക്കൊണ്ട് കല്യാണം കഴിഞ്ഞ് 2 മക്കളായതിനു ശേഷമാണ് ഞാൻ പവർ ലിഫ്റ്റിംഗ് എന്നൊരു മേഖല തിരഞ്ഞെടുക്കുന്നത്. അത് 2 വർഷം കൊണ്ട് എനിക്ക് ഒരു ഇന്റർനാഷണൽ മെഡൽ നേടാൻ സാധിച്ചു. അതായത് ഏഷ്യൻ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടാൻ സാധിച്ചത് അന്ന് ഞാൻ എടുത്തൊരു കഠിനാധ്വാനമാണെന്ന് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും അതിനൊരു റിസൾട്ട് ഉണ്ടാവും. അത് ഈ ബിസിനസ് ആയിക്കോട്ടെ, എന്തും ഇല്ലേ. നമ്മളൊരു എന്താ പറയുക, നമ്മൾ എടുക്കുന്നൊരു കറിയാണെങ്കിൽ പോലും നമ്മൾ അത്രയും ഒരു എഫേർട്ട് എടുത്ത് സമയം എടുത്ത് വെക്കുന്നതിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ അത്രയും എഫേർട്ട് 2 കുഞ്ഞു മക്കളുള്ള സമയത്ത് സ്കൂൾ ടൈം കഴിഞ്ഞ് വൈകുന്നേരം 7, 7:30, 8 മണി വരെ പ്രാക്ടീസ് ചെയ്ത് പോയതിൻ്റെ ഭാഗമായിട്ട് ഡെഡിക്കേഷൻ കിട്ടിയിട്ടാണ് ആ ഒരു മെഡൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. അതേപോലെ കേരള ഹോക്കിയിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. ഇത് നിങ്ങൾ വിചാരിക്കില്ലേ, സാറൊക്കെ ഇവിടെ തള്ളിയതാണ്, വെറുതെ പറഞ്ഞതാണെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ്. അത് 230 കിലോ സ്ക്വാട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതൊരു നാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് ആ 230 കിലോ നമ്മുടെ ഷോൾഡറിലെടുത്ത് നമ്മൾ സ്റ്റേണായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് അവർ സ്ക്വാട്ട് വരുമ്പോൾ നമ്മളത് ഇരുന്ന് എഴുന്നേക്കണം. അതിനേക്കാൾ പെയിൻ ആയിരിക്കും നമ്മുടെ കാലിൽ കെട്ടിയിട്ടുള്ള നീ ബാൻഡ്. ഒരു 3 ആളുകൾ കൂടിയാണ് നമ്മളെ കാലിൽ അത് ചുറ്റുക. അതൊരു മെഷീനിലാണ് റൗണ്ട് ചെയ്യുക, ആളുകൾ ചുറ്റുക. അപ്പം ആ ഒരു പെയിനും എഫേർട്ടും എടുത്തതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, നാഷണൽ ചാമ്പ്യൻഷിപ്പാണ് ഇടുക്കിയിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പാണ്. ഇപ്പൊ നിങ്ങൾ ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരെ ഫീൽ ചെയ്തില്ലേ, കാണാൻ വേണ്ടി ഇരുന്നപ്പോൾ? ഇത് നമ്മുടെ ലാസ്റ്റ് കൊറോണക്ക് മുന്നേ ഇടുക്കിയിൽ വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. 72 കിലോഗ്രാം വിഭാഗത്തിൽ 4 കാറ്റഗറിയിലും റെക്കോർഡോടുകൂടി ഗോൾഡ് മെഡൽ നേടിയ വരുന്നത്. ഇതാണ് മംഗോളിയയിൽ വെച്ച് നടന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ മെഡൽ നേടുന്ന സമയത്ത് നമ്മുടെ നാഷണൽ ആന്തം അവളാണ് എന്നിട്ടാണ് നമ്മുടെ ഇത് കേൾക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് നമ്മൾ കേരളത്തിൽ 5 പേരായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് മാത്രമാണ് ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചത്. അതുവരെ ഞാൻ എനിക്ക് എല്ലാ എഫേർട്ടും രാവിലെ 8 മണി മുതൽ സ്കൂളിൽ പോയി എന്താ പറയുക ഗ്രൗണ്ടിൽ അത്രയും വെയിൽ കൊണ്ട് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുത്തതിന് ശേഷം ഓവർ ടൈം നിന്ന് സ്കൂളിൽ പ്രാക്ടീസ് കൊടുത്തതിന് ശേഷം അവിടെ 7 മണിക്കും 8 മണിക്കൊക്കെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള ആ ഒരു 2 വർഷത്തെ കഠിനാധ്വാനമാണ് എന്നെ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് അവിടെ നിൽക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ വഴികളിലുണ്ടാവും. പക്ഷെ എത്രത്തോളം നമ്മൾ ആത്മാർത്ഥതയും നമ്മുടെ കമ്മിറ്റ്മെന്റും നമ്മൾ ഈ ബിസിനസ്സിൽ കൊടുക്കുന്നു, അത്രത്തോളം വിജയം നമുക്ക് അവിടെ ഉണ്ടാവുന്നതാണ്. അവിടെ ഒരു
സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ കണ്ണിയാണ്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതുവരെ എടുത്ത എഫേർട്ടൊന്നും നമ്മുടെ മനസ്സിലപ്പോൾ ഉണ്ടാവില്ല, എല്ലാം നമുക്ക് മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഏഷ്യൻ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ ദിൽനയ്ക്ക് സ്വീകരണം. ദിൽന കായികാധികാരിയായ കോഴിക്കോട് കുണ്ടുപറമ്പ് അൽ ഹൈൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും സ്പോർട്സ് കൗൺസിലും ചേർന്ന് സ്വീകരണം നൽകിയത്. മംഗോളിയയിൽ നടന്ന മത്സരത്തിലാണ് 72 കിലോഗ്രാം വിഭാഗത്തിൽ ദിൽന പൊന്നണിയത്. കോഴിക്കോട്ടേക്കുള്ള മടങ്ങിവരവിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുടെയും ആദ്യ സ്വീകരണം. സ്പോർട്സ് കൗൺസിലിന്റെയും അനുമോദനം. മത്സരമൊക്കെ നന്നായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഇട്ടിട്ട് സന്തോഷിച്ചൊന്നും വിചാരിച്ചിട്ടില്ല. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പ്രതിസന്ധിക്കിടയിലും സമർപ്പണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും മികവാർന്ന നേട്ടം സ്വന്തമാക്കാനായതെന്ന് പരിശീലനം. കോച്ചായിട്ട് കൊണ്ടുപോയതാണ് ഏറ്റവും സന്തോഷം. അതിലുപരി ഞാൻ കൊണ്ടുവന്നൊരാൾക്ക് ഫസ്റ്റ് വരികയെന്ന് പറയുന്നത് ഇതിനപ്പുറം എനിക്കൊന്നും നേടാനില്ല. റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണത്തിന് ശേഷം തുറന്ന ജീപ്പിൽ കയറ്റി നഗര പ്രദർശനം. പിന്നീട് സ്കൂളിലെ അനുമോദനവും ചേർത്താണ് മെഡൽ നേട്ടം ആഘോഷിച്ചത്. മനോന്മാൻ കോഴിക്കോട്. ഇത് കാണിച്ചത് ഇതിനൊരു വിശ്വാസം വന്നോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചത്. കാരണം പവർ ലിഫ്റ്റിങ്ങിനെ പറ്റി എല്ലാവർക്കും വലിയ ധാരണയില്ല. ഇപ്പൊ എല്ലാവർക്കും എന്താ വേണ്ടേ, ഇപ്പൊ ഫുട്ബോൾ സീസണാണ്, ക്രിക്കറ്റിലെ കൂടുതൽ നമുക്കെല്ലാം ഇതിനെപ്പറ്റി അറിയാം. അപ്പൊ അന്ന് PT ഉഷയ്ക്ക് ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തുറന്ന ജീപ്പിൽ സ്വീകരണം കിട്ടിയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത്. അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല. ഇതേപോലെ ഇത്രയും ആൾക്കാരായിരിക്കുന്ന ഒരു സ്റ്റേജിൽ ഇത് കാണിക്കാൻ പറ്റുന്ന പോലും അന്ന് ഞാൻ വിചാരിച്ചിരുന്നല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി, ഞാൻ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പാണ് എൻ്റെ സ്വദേശം. അവിടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് എൻ്റെ വീട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ സ്വീഡനിൽ വെച്ച് നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കിട്ടിയ സമയത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സ്വീഡനിൽ വെച്ചിട്ടായിരുന്നു. സ്വീഡനിൽ വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സീനിയർ കാറ്റഗറി മത്സരിച്ചതിന്റെ ഭാഗമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടും എനിക്ക് ഗവൺമെന്റ് ഒരു ലെറ്റർ വന്നിട്ടായിരുന്നു. സ്പോർട്സ് കോട്ടയിൽ ഒരു ജോലി എന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ ലെറ്ററാണ്. പക്ഷേ ഞാൻ ആ ഒരു ജോലിക്ക് പോയിട്ടില്ല. കാരണം ഈ ഒരു MI ലൈസർ എന്ന ബിസിനസ് ഇന്ന് ഇതിലേക്ക് ഞാൻ നിൽക്കുന്നത്. അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തി എന്ന് പറയാൻ നമ്മുടെ GTC ലീഡർ സോമകുമാർ സാറാണ്. പക്ഷേ ഞാനീ ആദ്യം എൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മത്സരിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയാണ്. എല്ലാവരും അതിൽ ആഗ്രഹിക്കുക. അത്രയും എഫേർട്ട് എടുത്ത് എനിക്ക് PSCക്ക് 35 മാർക്കിൽ കൂടുതൽ എനിക്ക് എന്ത് കിട്ടും, അഡീഷണൽ മാർക്ക് കിട്ടും. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ നാഷണലും ഇന്റർനാഷണലും ഒക്കെ മത്സരിച്ചത്. പക്ഷേ ഇതൊന്നുമല്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറും അല്ലെങ്കിൽ 2 പേരും ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും എൻ്റെ അടുത്ത് പലപ്പോഴും കടം ചോദിക്കാറുണ്ട്. അതാണ് ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഇന്നത്തെ അവസ്ഥ. അവർക്കൊന്നിനും തികയൂല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കും എവിടെ നമുക്ക് പൈസ സംഘടിപ്പിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെ കൂടെയുള്ള ആള് സോമകുമാർ സാറിനെ പോലത്തെ മാസം 25 ലക്ഷം ഒക്കെ വാങ്ങിക്കുന്ന ആൾ ഈ ബിസിനസ്സിൽ ഉണ്ടാകുമ്പോൾ അതൊരു സാധാരണക്കാരൻ അല്ലെ. സാറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. 8ാം ക്ലാസ് വരെ പഠിച്ചൊരു ലോറി ഡ്രൈവറായിട്ടൊരു സാറ് ഇത്രയും വരുമാനം ഒരു മാസം വാങ്ങിക്കുമ്പോൾ എന്തിന് ഞാൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിട്ടുന്ന ജോലിക്ക് പോകണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു. ഫസ്റ്റ് എൻ്റെ അടുത്ത് അത് പോകണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടിയപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഒരു ലൈഫ് ടൈം ബിസിനസ്സായിട്ട് ഞാൻ ഈ അവസരം ഏറ്റെടുത്തു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ അപ്പൊ നമുക്കറിയാം. നമ്മുടെ എല്ലാവരും ഇതിൽ വന്നിരിക്കുന്ന ആളുകൾ പലപ്പോഴും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ നമ്മളെ സപ്പോർട്ട് മീൻസ് നിരന്തരം വിളിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ എന്തുണ്ട്, ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ട് അല്ലേ. അപ്പൊ അതിലെന്താ വരുന്നത്, നമ്മുടെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി പ്ലസ് നാച്ചുറോപ്പതിക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അണ്ടറിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ കൊടുത്തൊരു മെമ്പർഷിപ്പ് ആയിരുന്നത്. കാരണം നമുക്ക് അതിന് മുകളിലേക്ക് ഒരു പരമോന്നതമായ അംഗീകാരം കിട്ടാനില്ല. ഇനി എന്താണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ മരുന്നാണോ? അല്ല, വെൽനസ് പ്രൊഡക്ട്സുകളാണ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ എന്താണ് ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറി, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്കറിയാം നമ്മളെല്ലാവരും എത്തിച്ചേർന്ന ഒരു കമ്പനി എന്താണ്, ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള
ഉള്ളത്. അതേപോലെ നമുക്ക് മാനുഫാക്ചറിങ് കമ്പനികളുടെ എല്ലാം ശാസ്ത്രീയമായ രീതിയിൽ ഒരു സാധനങ്ങൾ പോലും കൈകൊണ്ട് തൊടാതെ കംപ്ലീറ്റ് മെഷീനറി ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചാണ് നമുക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് എന്ന് പറയാം. അതേപോലെ എന്താണ് നമ്മുടെ 2019 മുതൽ ഈ കാലയളവ്